ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും പിന്നെ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം തന്നെ കറി വെക്കാനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനുള്ളതും കൂടി അരിയുന്നുണ്ട് കേട്ടോ. ആദ്യം ചിക്കൻ കറിക്കുള്ള എല്ലാ ഐറ്റംസും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. കാരണം കുറച്ച് ചിക്കൻ പീസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമ്പോൾ നമുക്ക് തോനായിട്ട് തോന്നുകയും നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് പിന്നെ ലാസ്റ്റാണല്ലോ നമ്മൾ ചേർക്കുക, അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ കറി ഒരു ഭാഗത്ത് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്നാക്സിലേക്കുള്ള ഐറ്റംസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. നോമ്പിനാകുമ്പോൾ നമുക്ക് കുറച്ച് ചിക്കനായാലും ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളം ഗ്രേവി മാത്രം മതിയല്ലോ പത്തിരിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറുന്നതിന് ശേഷം വേഗം കുക്കർ അടിച്ച് വെച്ചിട്ട് അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ പാനിൽ ഞാൻ വേഗം തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. സാധാ പോലെ നമ്മൾ കട്ട്ലേറ്റിനുള്ള ആ ഒരു മസാലയൊക്കെ ചേർക്കുമല്ലോ സമൂസൊക്കെ ഉള്ളത്, അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ വേറെ സംഭവങ്ങൾ ചേർക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് കുറച്ച് കുറച്ച് തോനെ വേണമെങ്കിൽ കുരുമുളക് ചേർക്കട്ടെ. ആ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിട്ടോ. പിന്നെ നമ്മുടെ ചിക്കനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടി ജസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളകും ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്താൽ നമ്മൾ ഈ ഒരു പണി കഴിയും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് കൂടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ കൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ജ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാംഗോ ഉണ്ടായിരുന്നേ. ആ മാംഗോയും ഒരു ക്യാരറ്റും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അതാണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മാങ്ങൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മാങ്ങൻ്റെ ഫുള്ളായിട്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തോനെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല കട്ട പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ടപ്പാലില്ലാത്തതുകൊണ്ട് സാധാ പാൽ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തോനെ തന്നെ മധുരം ചേർത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെന്തായാലും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ. ഇപ്പോൾ തന്നെ കുറച്ച് കട്ടിയിലായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സമൂസൻ്റെ ഷീറ്റാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ പണി കഴിയും. ഇനി ഇതിൻ്റെ ഒരു വശത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ചുരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചുരുട്ടി നല്ല ആ ഒരു ടൈറ്റ്നെസ്സിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ. ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ആ ഒരു തുഞ്ചത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അവസാനം ഞാൻ ബാക്കിയുള്ള ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ഈ റോളിങ് നമുക്ക് പെട്ടെന്ന് കഴിയും. ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ റോൾ ചെയ്ത് കണ്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഇതാ ഇത് മൊത്തം ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു എന്താ പറയുക ഇത്രത്തോളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫില്ലിങ് നിറച്ചും ഞാൻ ഈ ഒരു റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് പെട്ടെന്ന് എന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു തക്കാളി സോസിൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചിക്കനും ആണല്ലോ, അപ്പോൾ പിന്നെ പറയും വേണ്ട കേട്ടോ. അങ്ങനെ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഇത് മൊത്തം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പം ഒന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി, ജ്യൂസിൻ്റെ റെസിപ്പി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ബാക്കി വരുന്ന ആ ഒരു റോളിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു അച്ചിലിട്ടിട്ട് നമ്മൾ നൂൽപുട്ടൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. എന്നും പത്തിരി കഴിച്ച് മടുത്തിട്ട് ഇന്ന് പിന്നെ നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാൻ നോമ്പ് തുറക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ കറിയും പിന്നെ സ്നാക്സും ജ്യൂസും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു നൂൽപുട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്താ ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഓരോ തട്ടായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് സമയം മതിയല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ അതവിടെ കുക്കായതിന് ശേഷം ഇതാ ഞാൻ ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു വെള്ളം ഏറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ഓരോന്നായിട്ട് ചുട്ടെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ ഒരു ജ്യൂസ് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തപ്പോൾ ഇതുപോലെ നല്ലൊരു തിക്നെസ് ഉണ്ടായിരുന്നേ. കുടിച്ചപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരക്കും കൂടി എന്താ പറയുക ചേർത്തിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ആദ്യം നമ്മൾ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാമത്തെ നോമ്പ് തുറ കഴിക്കാറുള്ളത്. രണ്ടാമത്തേന്ന് വെച്ചാൽ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനൊന്നും പഠിപ്പിക്കാണ്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഉറങ്ങാനായി തോന്നിയപ്പോൾ ഞാൻ വേഗം അവർക്ക് നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് ആ കൂട്ടത്തിൽ തന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയ്ക്ക് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.